ഹലോ, ഇത് മുക്കുറ്റി കുറുക്ക് ഉണ്ടാക്കി കാണിക്കാമെന്ന് വിചാരിച്ചു. ഇവിടെയൊക്കെ ഭയങ്കര മഴ, കറണ്ടില്ല, വെള്ളപ്രളയം. അപ്പോൾ എനിക്ക് വീഡിയോയുടെ ഒരു കണ്ടൻറ്റും ഇല്ല. അപ്പം നോക്കിയപ്പോൾ മുക്കുറ്റി കണ്ടത്. മുക്കുറ്റി കൊണ്ടൊരു കുറുക്കുണ്ടാക്കി കാണിക്കാമെന്ന് വിചാരിച്ചു. മുക്കുറ്റി കുറുക്കുണ്ടാക്കാൻ കുറച്ച് പച്ചരി, കുതിർത്ത പച്ചരി, നമ്മളെ അളവിന് ആവശ്യമുള്ള അരി കുറച്ചിട്ടാൽ മതി, പച്ചരി കുറച്ചിട്ടാൽ മതി. എന്നിട്ട് മുക്കുറ്റിയില അടർത്തിയെടുത്ത് കഴുകി അരച്ചെടുക്കുക. അരച്ചെടുത്ത് നല്ല കരിപ്പട്ടി കാച്ചി ഇത് ഞാൻ ചേർക്കുള്ളൂ. ഇപ്പം പ്രസവ ശുശ്രൂഷയ്ക്കൊക്കെ ആളുകൾ കൂടുതൽ തേങ്ങാപ്പാൽ പിന്നെ നെയ്യ് ഒക്കെ ഉപയോഗിച്ചാണ് കുറുക്കുണ്ടാക്കണത്. ഇതുപോലെ ഉണ്ടാക്കി കഴിച്ച് കഴിഞ്ഞാൽ പ്രസവം കഴിഞ്ഞ് ആടിനെ നോക്കുമ്പം നല്ല ഗുണ്ടായിരിക്കും. അതിനൊക്കെ ഈ ഇലയുടെ പ്രാധാന്യം, അതിൻ്റെ മെഡിസിനൽ എഫക്റ്റാണ് നമുക്ക് ആവശ്യം. യൂട്രസിനകത്തുള്ള ആവശ്യമില്ലാത്ത ബ്ലഡ് ഇതൊക്കെ നീക്കം ചെയ്യാൻ വേണ്ടിയുള്ളൊരു കഴിവ് ഇതിനുണ്ട്. അതുകൊണ്ട് എൻ്റെ അഭിപ്രായത്തിൽ ഞാൻ ഇങ്ങനെയാണ് എൻ്റെ കുട്ടിയെ കൊടുക്കാറ്. അല്പ അരി, അല്പ പച്ചരി, നമ്മളെ ആവശ്യാനുസരണം കുറച്ച് ഈ മുക്കുറ്റിയില, എന്നിട്ട് നല്ല പഴം കരിപ്പട്ടി, അതൊരു അയണിൻ്റെ ഇതല്ലേ, പഴം കരിപ്പട്ടി കാച്ചിട്ട് അതും ഇതിൻ്റെ കൂടി ചേർത്ത് നല്ലവണ്ണം കിണ്ടിയെടുക്കും. ടേസ്റ്റിയാണ്. മറ്റൊക്കെ ഭയങ്കര തേങ്ങ, പാല്, നെയ്യ് ഇതൊക്കെ ചേർക്കുമ്പോൾ കൂടുതൽ പ്രശ്നമാണ്. അതുകൊണ്ട് ഇത് അരച്ചെടുക്കട്ടെ. ഇതാണ് മുക്കുറ്റി. ഇതാണ് മുക്കുറ്റി കുറുക്ക്. പക്ഷേ ഇവിടെ ലൈറ്റില്ല. 5 ദിവസം കൊണ്ട് ലൈറ്റില്ല. എനിക്ക് ഒരു വീഡിയോയും അപ്ലോഡ് ചെയ്യാൻ കഴിയുന്നില്ല. അതുകൊണ്ട് ക്ഷമിക്കുക. ഇത് ഞാൻ ആദ്യം കാണിച്ച അരി, മുക്കുറ്റി ചേർത്തരച്ച് കരിപ്പട്ടിയും കൂടി ചേർത്ത് അരിച്ചെടുത്ത് കുറുക്കിയെടുത്തതാണ്. ഇത് ബെസ്റ്റ് സാധനമാണ്, നിങ്ങൾ ഉപയോഗിക്കുക. ഇത് യൂട്രസിന്, പ്രസവം കഴിഞ്ഞവർക്ക് യൂട്രസിലുള്ള ബ്ലീഡിങ്, സകല പ്രശ്നങ്ങളും പോകാൻ കൊള്ളാത്തൊരു സാധനമാണിത്. സാധാരണ പ്രസവം കഴിഞ്ഞ സ്ത്രീകൾ 15 ഈ വേദമുള്ള അതൊക്കെ കഴിഞ്ഞിട്ട് ഈ കുറുക്ക് ഉണ്ടാക്കി കഴിക്കും. ഓക്കെ, സബ്സ്ക്രൈബ് ചെയ്യണേ. ബൈ.